ഉണ്ണി ബാലകൃഷ്ണനും ചാനലുകളും. ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ പല മാധ്യമങ്ങളിലും പ്രവർത്തിച്ച ആളാണ്, നമുക്ക് സുപരിചിതനാണ്. വളരെ നല്ല പ്രവർത്തനങ്ങൾ മാധ്യമരംഗത്ത് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈയിടെയായി ഉണ്ടായിരുന്നത് റിപ്പോർട്ടർ ചാനലിലായിരുന്നു. റിപ്പോർട്ടർ ചാനൽ നടത്തിയിരുന്ന ഒരു വാർത്താ അവതരണ രീതി, ഒരു സുജയ പാർവതി, ഒരു അരുൺകുമാർ, പിന്നീട് ഉണ്ണി ബാലകൃഷ്ണൻ. സുജയ പാർവതി BJPക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്നു. അരുൺകുമാർ ആകട്ടെ CPIMന് വേണ്ടിയും. എന്നാൽ ഏറെക്കുറെ നിഷ്പക്ഷൻ എന്ന രീതിയിൽ ഉണ്ണി ബാലകൃഷ്ണനും ആ ചാനലുകൾ ഉണ്ടായിരുന്നു, സർജിക്കൽ സ്ട്രൈക്കുമായി. ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ഉള്ളത് ഏഷ്യാനെറ്റ് എന്ന ചാനലിലാണ്. ഏഷ്യാനെറ്റ് ചാനൽ കേരളത്തിലെ BJP പ്രസിഡൻറ്റിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു BJP ചാനലാണ്. ഇന്ന് അദ്ദേഹം അയോധ്യയെ സംബന്ധിച്ച് വിശദമായ ഒരു വീഡിയോ ഏഷ്യാനെറ്റിൽ ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ ചില രക്ഷിതാക്കളൊക്കെ തൻ്റെ മക്കൾക്ക് ഉയർന്ന ശമ്പളമുണ്ട്, കാനഡയിലാണ്, അമേരിക്കയിലാണ്, ബുദ്ധിമാനാണ് എന്നൊക്കെ അറിയിക്കുവാൻ അവരെ വിമർശിച്ചുകൊണ്ട് പറയുന്ന ഒരു തന്ത്രം എടുക്കാറുണ്ട്. രക്ഷിതാവിൻ്റെ ഉദ്ദേശം എൻ്റെ മകൻ ഇത്ര ശമ്പളക്കാരനാണ്, ഇന്ന രാജ്യത്താണ്, ഇന്ന ക്വാളിഫിക്കേഷനുകളുണ്ട് എന്നൊക്കെ അറിയിക്കുക എന്നതാണ്. അത് നേരിട്ട് പറയുവാൻപോൾ അതൊരു പൊങ്ങച്ചം പറച്ചിലാണെന്ന് ആരെങ്കിലും ധരിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ വിമർശനം എന്ന കുപ്പായമെടുത്ത് പല രക്ഷിതാക്കളും സാധാരണ അണിയാറുള്ളത്. അതേപോലെയുള്ള ഒരു അവതരണമാണ് ഉണ്ണി ബാലകൃഷ്ണൻ നടത്തുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഇന്നത്തെ ആ വീഡിയോ ഞാൻ തന്നെ പലർക്കും ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുന്ന നിഷ്പക്ഷമതിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് BJPയെ കുറ്റപ്പെടുത്തലാണ്, മോദിയെ കുറ്റപ്പെടുത്തലാണ് എന്നൊക്കെ തോന്നാൻ ന്യായമായും ഇടയുണ്ട്. എന്നാൽ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ചാനലിലൂടെ നടത്തുന്ന ഈ അവതരണം അത് BJPയുടെ ഈ അയോധ്യയിൽ ഇന്നലെയുണ്ടായ RSSൻ്റെ അവരുടെ ലക്ഷ്യമായ 2025 ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞത് പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് ഇന്നലെ തന്നെ അതിന് തീയതി കണ്ടെത്തിയതും പ്രഖ്യാപിച്ചതും. അത് അതേപടി ഏഷ്യാനെറ്റ് പ്രക്ഷേപണം ചെയ്യുമ്പോൾ പലരും അത് ശ്രദ്ധിച്ചെന്ന് വരികയില്ല. എന്നാൽ സർജിക്കൽ സ്ട്രൈക്ക് എന്ന പേരിൽ വിമർശനാത്മകമായി ഇത് അവതരിപ്പിച്ചാലും ഇത് എത്തിപ്പെടുന്ന കാതുകൾക്ക്, അവരുടെ മനസ്സുകൾക്ക് ലഭ്യമാകുന്നത് മറ്റൊരു സന്ദേശമാണ് എന്ന കാര്യം ഏവർക്കും ബോധ്യമുള്ളതാണ്. ഈ അടുത്ത ദിവസം ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും അധികം ഫേക്ക് ന്യൂസുകൾ പടച്ചുവിടുന്നത് എന്ന് ഇപ്പോൾ അത് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഫേക്ക് ന്യൂസുകൾ പടച്ചുവിടുന്നവരുടെ പേരുകൾ എലോൺ മസ്ക് പുറത്തുവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ പറഞ്ഞിരുന്ന ഈ വ്യാജ ന്യൂസുകളിലൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ പല മുസ്ലിം പേരുകളും മറ്റ് പറഞ്ഞുകൊണ്ടാണ് ഈ തരം വാർത്തകൾ, വ്യാജ വാർത്തകൾ അവതരിപ്പിച്ചിരുന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും വ്യാജ വാർത്തകളായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലുകളിലൂടെ നമ്മുടെ മുമ്പിൽ എത്തുന്നുണ്ട്. ഏത് കാര്യം ചാനലിൽ വന്നു കഴിഞ്ഞാലും പ്രത്യേകിച്ച് 2 വട്ടം ആലോചിച്ച് വേണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ വിവരങ്ങൾ മുഴുവനും ഇവിടെ ഇന്ത്യയിൽ ഇപ്പം നടന്ന വിവരം, ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമായി കഴിഞ്ഞു ഇന്നലെ മുതൽ എന്ന വാർത്ത ഏറെക്കുറെ അതേപടി അവതരിപ്പിക്കുകയാണ് ഉണ്ണി ബാലകൃഷ്ണൻ ചെയ്തതെങ്കിലും കേൾക്കുന്ന നമുക്ക് അത് അങ്ങനെയല്ല. BJPയെ, നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ഒരു വാർത്തയാണ് എന്ന നിലയിലാണ് നമ്മളത് കാണുന്നതും ഫോർവേഡ് ചെയ്യുന്നതും.
എന്നാൽ ഈ അവതരണത്തിൻ്റെ ഈ ശൈലിയുടെ തന്ത്രം മറ്റൊന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എൻ്റെ പക്ഷം.